നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. Praise the Lord. ഈ അധ്യായം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ അധ്യായം ഇങ്ങനെ ചിന്തിക്കുക. നമുക്കറിയാം ഇതിന്റെ ഭാഷാ ശൈലി കൊണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ എഴുത്തുകാരൻ മറ്റാരുമല്ല, ദാവീദ് തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ. ഈ എന്തുകൊണ്ടാണ് ഈ 112 സംഗീതം 2 വാക്യം പറയുന്നത്? അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാലകർമ്മപ്പെട്ടു പോയ ഒരു അധ്യായമായി കഴിഞ്ഞു ഈ കാലഘട്ടങ്ങളിലെ ഈ മെസ്സേജ്. ഇപ്പൊ അങ്ങനെ ഇവിടെ കേൾക്കാനില്ല. ഇപ്പൊ ഉപദേശമൊന്നും അല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടിയോ ഉള്ള ഉപദേശമൊന്നും സഭകളിൽ പറയുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തലമുറകൾ പാപത്തിലേക്ക് നയിക്കപ്പെടും. ഇന്ന് ഉറക്കമില്ലാത്ത തലമുറകളെ നമുക്ക് കാണാൻ കഴിയും. ഉറക്കമില്ലാത്ത തലമുറകൾ 24x മൊബൈലിരിക്കുന്ന അല്ലെങ്കിൽ ആധുനിക സംവിധാനത്തിൽ കൂടെ പോകുന്ന ഒരു കൂട്ടം തലമുറകളുള്ള പട്ടണത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് വേദപുസ്തകം പുതിയ നിയമവും പഴയ നിയമവും അരിച്ചു പുറക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഏദൻ തോട്ടം മുതൽ നമ്മൾ പഠിച്ചാൽ, കയ്യേനെയും കാവേലിനെയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആരാധനകൾ നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ടത് തലമുറകളിൽ കൂടെയാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മാതാവിനും പിതാവിനും ഏറ്റവും കൂടുതൽ അവർ പ്രത്യാശ വയ്ക്കുന്നത് അവരുടെ തലമുറയിലാണ്. ആമേൻ. ആ തലമുറ നേരുള്ളതായിരിക്കണം. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം വളരെ വ്യക്തമാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആരുടെ സന്തതി? നീതിമാന്റെ തലമുറ. പ്രൈസ് ദി ലോർഡ്. പഴയ ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പൻ പച്ച മുന്തിരിങ്ങ കടിച്ചു കഴിഞ്ഞാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? ഉറപ്പായും പുളിക്കും. അതൊരു പഴഞ്ചൊല്ലായി നോക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പറയാനുള്ളൊരു ദൂത്, അവന്റെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആരുടെ തലമുറ? ദൈവത്തെ ആരാധിക്കുന്ന ആ വ്യക്തിയുടെ തലമുറകൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്തോത്രം. എന്നാൽ നമുക്ക് പൗലൂസിലേക്ക് വരാം. ആമേൻ. ക്രിസ്തുവിന് സമസ്വരൂപമായ മനുഷ്യനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലൂസിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ എന്താണ് പൗലൂസ് പറയുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായം അതിന്റെ 40 വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പൗലൂസ് പറയുന്ന ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അപ്പോസ്തലനായ പൗലൂസിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ ദൈവത്തിന്റെ അരുളപ്പാട് തന്നെയാണ്. താൻ വലിയ പ്രവാചകനൊന്നും അല്ലെങ്കിലും ദൈവം കൊടുത്ത ദർശനപ്രകാരമാണ് തന്റെ യാത്രകൾ. ആമേൻ. താൻ വലിയ ദൂത് പറയുന്ന വ്യക്തിയൊന്നും അല്ലെങ്കിൽ പോലും തന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ ശബ്ദത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. തന്റെ നാവിൽ കൂടെ വന്ന ദൂത് നമുക്ക് നോക്കാം, വായിക്കാം. 2 അധ്യായത്തിന്റെ 40 വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. കണ്ടോ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. തന്റെ വായിൽ നിന്ന് വന്ന വാക്ക് ഒരിക്കലും അവിടെ ചുറ്റിപ്പറ്റി നിന്ന വ്യക്തികൾക്ക് സുഖിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിന്റെ അകത്തളങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, കഴിഞ്ഞ നാളിൽ ഞാൻ പറഞ്ഞൊരു വാക്കിതാണ്, ദൈവകൃപ. ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപേ നിങ്ങളിലും എന്റെയിലും ഇരിക്കുന്ന വേദപുസ്തകത്തിന്റെ ന്യായപ്രമാണങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുൻപേ ഒരു പൈതൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവന് ബോധം വന്നു. കഴിഞ്ഞ ദിവസം നിരന്തരമായി പറയുന്ന വാക്കാണ് ആ മനുഷ്യന്റെ പേര്. യൗവന തലമുറയിൽ പാപത്തെ തള്ളിക്കളഞ്ഞ് പുഷ്ടോപ്പ് കുറിച്ച്
ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടിയും ആ സാന്നിധ്യത്തിന് വേണ്ടിയും നിന്നൊരു തലമുറയുണ്ട്. അവന്റെ പേരാണ് യോസേഫ്. വയസ്സായ ശേഷമല്ല അവൻ ദൈവത്തെ അറിഞ്ഞത്. നല്ല ചുട രക്തത്തിളപ്പിന്റെ നടുവിലും അവന്റെ ഇന്ദ്രിയങ്ങളെ ആമേൻ വൈൻഡപ്പ് ചെയ്ത് എൻകൗണ്ടർ ചെയ്യാൻ ആ തലമുറയിൽ യോസേഫിനെ കർത്താവ് കണ്ടു. ഇന്നത്തെ തലമുറ മൊബൈൽ ഇങ്ങനെ ചിക്ക് ചെയ്ത് പോകുമ്പോ ഏതെങ്കിലും ഒരു പടം കണ്ടാൽ അവിടെ നിൽക്കും, എന്നിട്ട് രണ്ട് സൈഡ് നോക്കും. ഇങ്ങനെ രണ്ട് സൈഡ് നോക്കത്തുള്ളൂ, ആരെങ്കിലും ഉണ്ടോ, എന്നിട്ട് താഴോട്ടൊന്ന് വലിക്കും. നല്ല ഒന്നുകൂടെ സൂം ചെയ്ത് നല്ല ഒന്നൊന്ന് കാണും. സ്തോത്രം. തലമുറയുടെ തലയിൽ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇന്ന് തലമുറകൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു? പണ്ടത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന തങ്കമേന്റിന്റെ അമ്മയുടെ ഏകദേശം എന്റെ അമ്മയുടെ പ്രായത്തോളം അടുത്ത് വന്നിട്ടുണ്ട് എന്റെ തങ്കമേന്റി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാം, ഇന്നേക്കൊരു 35 വർഷം ബാക്കോട് ചിന്തിക്കുമ്പോ മാമൻ വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓടുന്ന ഓട്ടം കാണണം. വലിയച്ഛൻ അച്ഛന്റെ ചേട്ടൻ വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ഓടുന്ന ഓട്ടം കാണണം. അവിടെ ഒന്നും ഒരു പുല്ല് പോലും മുളക്കത്തില്ല. ഇന്നോ സ്വന്തം അപ്പൻ വരണമെന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ടതല്ലേ, അതെന്താ ഇത്ര വിശേഷിക്കപ്പെട്ട സംഭവം? അപ്പനല്ലേ, ഇന്നലെ വന്നതല്ലേ. എടാ നിന്റെ അമ്മ വരുന്നു, അമ്മയോ? അപ്പ നിങ്ങളൊരു അപ്പനാണ്. എങ്ങനെ ഈ സാധനത്തെ ചുമക്കുന്നേ? പെറ്റു വളർത്തിയ അമ്മയുടെ കാര്യം പറയുന്ന അപ്പനോട് സ്തോത്രം പറ. ഹല്ലേലൂയ. എന്ന് രാത്രി കേൾക്കാതെ പോകരുത്. നമ്മൾ നിൽക്കുന്ന സഭയിൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകത്തിലെ വാക്യങ്ങളെ എടുത്തു മാറ്റിക്കളഞ്ഞിട്ട് ചിലത് എഴുതിച്ചേർത്ത് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. കാതിനും മനസ്സിനെ തണുപ്പിക്കുന്ന വിശർക്കാതെ കരയാതെ തണുപ്പിച്ച് സുഖിപ്പിച്ച് മുൻപിലോട്ട് വിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ സത്യങ്ങൾ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നേ. അന്ന് വില കൊടുത്തവരിന്ന് സ്തോത്രം അതിന്റെ മുൻപിൽ ദൈവം ശക്തമായി നിർത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഈ ഒരു തലമുറ എന്ന് പൗലോസ് പറയുമ്പോൾ ഇവിടെ സംയന്ത്രപ്രമാണി പറയുക, നേരുള്ളവന്റെ തലമുറ, ദൈവത്തിന് ഉണ്മയോടെ സേവിക്കുന്നവന്റെ തലമുറ, അതാണാകട്ടെ പെണ്ണാകട്ടെ, എന്ന രാത്രി തലയെ കൈവച്ചു പറ, എന്റെ തലമുറ ദേശത്തെ കൈവശമാക്കും. ആമേൻ സ്തോത്രം. കയ്യേനെയും കാവലിൽ നിന്നൊക്കെ ദൈവം വെളിയുള്ളവൻ. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് രണ്ടുപേർ വന്നില്ലേ? അല്ലെ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് 2 തലമുറ വന്നില്ലേ? ഈ 2 തലമുറയ്ക്ക് തമ്മിൽ എന്താ വ്യത്യാസമെന്ന് കണ്ടോ? ദൈവത്തെ അവിടെയും അറിഞ്ഞ് യാഗം കഴിക്കുന്ന തലമുറയാണ് ഹാബേൽ. ഖയീൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ലെവലേശമില്ലാത്തവൻ. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്താണ് ആരാധന എന്നറിയാത്തവൻ. ഇന്ന് തലമുറകൾ 2, 3, 4 കാണും. പക്ഷേ അതിനകത്ത് ഒന്നുപോലും ദൈവത്തെ സേവിക്കാത്ത, ദൈവനാമത്തെ ഉയർത്താത്ത, പേരിന് ആമേൻ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ത് ചിന്തിക്കുമെന്ന് സ്തോത്രം, എന്താ പാസ് ചിന്തിക്കും, എന്ത് അവർ ചിന്തിക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ നേരം പോക്കിന് വന്നിരുന്നു പോകുന്ന ഒരു കൂട്ടം തലമുറ കണ്ടില്ലേ? തൊപ്പിക്കോഴിയെ പോലെ കണ്ടില്ലേ? തലമുറയുടെ തലയെ കണ്ട് തല തൊപ്പിക്കോഴി. പണ്ടത്തെ തൊപ്പിക്കോഴി കണ്ടിട്ടില്ലേ? ഇന്ന് തൊപ്പിക്കോഴിയൊന്നുമില്ല. 21 മുട്ട പ്രാർത്ഥിച്ച് തള്ളക്കോഴി ചിറകടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ 10-15 തൊപ്പിക്കോഴി ഉണ്ടാകും. ഇന്ന് തൊപ്പിക്കോഴിയില്ല. കാര്യം എന്താ പറയുക? ആ തൊപ്പിക്കോഴിയല്ല ഇന്ന് പെന്തക്കോസിലെ വിശ്വാസികളുടെ തലമുറയുടെ തലയിലായിപ്പോയി. തലമുടി വെട്ടുന്നതേ തൊപ്പി പോലെയാ. കണ്ടില്ലേ? സ്തോത്രം പറഞ്ഞില്ലല്ലോ. ധന്യവാദ. ഇതിനൊക്കെ എങ്ങനെ സ്തോത്രം പറയുന്നല്ലേ? സ്തോത്രം. ഇതിനൊക്കെ എങ്ങനെയാ സ്തോത്രം പറയുന്നേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത് കേൾക്കാതെ പോകരുത്.
ആമേൻ, സ്തോത്രം. നാളെ ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നാൽ നിന്റെ തലമുറയിൽ കൂടെ ദേശം അവരുടെ വായിൽ നിന്ന് വരേണ്ട ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കാൻ ദേശത്തിലെ ചെവികൾ ഇങ്ങനെ കാതോർത്തിരിക്കുക. ഇതിന്റെ തലമുറയിൽ നിന്ന് ആ ശബ്ദം പുറത്തു വരപ്പെടേണ്ടതിന് അവർ കാതോർത്തിരിക്കുന്നു. ആ സമയത്ത് ശബ്ദം വരാതിരുന്നാൽ കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ഇവിടെ പൗലോസ് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ന് പറഞ്ഞു. കണ്ടോ? ഇന്ന് തലമുറയെല്ലാം പഠിക്കാൻ നല്ലതാ, പഠിക്കാൻ പോകുന്നൊക്കെ നല്ലതാ പഠിക്കാൻ പോകുന്നത്. ദൂരോട്ടൊക്കെ പഠിക്കാൻ പോകുന്നത് ഏറ്റവും നല്ലതാ. ദൂരോട്ടെല്ലാം പഠിക്കാൻ പോകുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ബാംഗ്ലൂരോ ചെന്നൈയിലോ എവിടെയൊക്കെ അത് നല്ല കാര്യമാണ്. ദൈവം ആ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ പഠിക്കാൻ പോകുന്നത് നല്ലതാ. പെൺകുട്ടികളല്ല ആൺകുട്ടികൾ എല്ലാം നല്ലതാ. പക്ഷേ ഇന്ന് രാത്രി അവർ പോകുമ്പോ നിങ്ങൾ നോക്കണം. കൊണ്ടുവിടുന്ന എത്ര മാതാക്കളുണ്ട്? തലമുറയെ കൊണ്ടുവിടുന്ന. ഇതിനകത്ത് അങ്ങനെയുള്ള മാതാക്കളൊന്നും കൊണ്ടൊന്നില്ല. ഇല്ല. സ്തോത്രം. കൊണ്ടുവിടുന്ന മാതാക്കളില്ല. ട്രെയിൻ കയറ്റി വിടുന്ന മാതാക്കൾ പോലും ഇന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാ ശബ്ദം കേൾക്കുന്നത്? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി, 21 വയസ്സായ കുട്ടി പറയുക, സ്തോത്രം, ഒറ്റ രാത്രിക്ക് 10,000 രൂപ, 1 മണിക്കൂറത്തേക്ക്. അങ്ങനെ എനിക്ക് പഠിക്കാൻ, ഇവിടെ ലാവിഷായി ജീവിക്കാൻ ഞാൻ തന്നെ പണം ഉണ്ടാക്കുകയാണ്. ഒന്നല്ല സാറന്മാരെ, ആയിരക്കണക്കിന് സ്റ്റേറ്റുകളിൽ നിന്ന് ബാംഗ്ലൂർ പട്ടണത്തിലെത്തിയിരിക്കുന്ന തലമുറകളെ നോക്കൂ. ഇന്ന് പകൽക്കാലം പറയണം, അതിൽ നമ്മുടെ ഏതെങ്കിലും കുട്ടികളുണ്ടോ? വക്രതയും കോട്ടവും നിറഞ്ഞൊരു തലമുറ, പാപത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന, സൺഡേ സ്കൂളിൽ ഒരു വചനം വായിച്ച് പഠിക്കാൻ പറഞ്ഞാൽ സമയമില്ല. ഹല്ലേലൂയ. എന്ന ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചും സോഷ്യൽ മീഡിയയെ കുറിച്ചും അന്തരീക്ഷ മണ്ഡലത്തിൽ എത്ര നക്ഷത്രമുണ്ടെന്ന് കേട്ടാൽ അതിനെക്കുറിച്ചും പറയാൻ പറ്റും. വേദപുസ്തകത്തിൽ വാക്ക് പറയാൻ ഇന്ന് തലമുറകൾ നിൽക്കുന്നു. കാര്യമെന്നറിയാമോ? ആത്മാവകത്തില്ലാത്തത് കൊണ്ടാ. ഞാൻ ഇങ്ങനെ പറയും, തലമുറയ്ക്ക് വേണ്ടി നാളെ 50 സെന്റ് സ്ഥലവും 2250 സ്ക്വയർ ഫീറ്റ് വീടും അതിനകത്തൊരു സ്വിമ്മിംഗ് പൂളും അല്ല വേണ്ടത്. അവന് കൊടുക്കേണ്ടത് സത്യവേദ പുസ്തകത്തിന് വചനമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? കൊടുക്കേണ്ടത് വചനമാണ്. വചനം കൊടുത്താലേ അവൻ നന്മ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുത്താൽ, വചനം കൊടുത്താൽ അവൻ നന്മ കണ്ടെത്തും. വചനം കൊടുക്കേണ്ട സമയത്ത് വചനം കൊടുത്താൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ പൗലോസ് പറയുന്ന കാര്യമുണ്ട്. പാപത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു തലമുറ. അമ്മയാരെന്നോ, സഹോദരിയാണ് ആരെന്നോ, കുഞ്ഞമ്മ ആരെന്നോ, ബന്ധുക്കൾ ആരെന്നോ, രക്തബന്ധം ആരെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൂട്ടം തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും ആരും പറയുന്നില്ലെന്നാ. സ്തോത്രം. എന്നെ ആരും ട്രാൻസ്ഫർ അടിക്കത്തില്ല, കാരണം എന്റെ പെസ്പിറ്റർ സ്വർഗമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെ ഒരു സഭയും ട്രാൻസ്ഫർ അടിക്കത്തില്ല. കാരണം എന്റെ പെസ്പിറ്റർ ഉയരത്തിലിരിക്കുന്നവനാ, എന്റെ നേതാവ് ഉയരത്തിലിരിക്കുന്നവനാ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ തുറന്നു പറയാൻ ഇന്ന് സഭയിലെ പാസ്റ്റർമാർ പലപ്പോഴും വിട്ടുപോകുന്നു. തുറന്നു പറഞ്ഞാൽ സമാധാനം കുറയും. അടുത്ത ആഴ്ച ആരും കാണത്തില്ല. അതിനുപരി പാസ്റ്റർ ട്രാൻസ്ഫർ ചെയ്തെങ്കിലും ഒരു മുഖത്തെ കൊണ്ടുവരും. ഇന്ന് രാത്രി മറന്നു പോകരുത്. മടങ്ങി വരുന്നു 78-ാം സങ്കീർത്തനം, അതിന്റെ 8-ാമത്തെ വാക്യം. 78-ാമത്തെ സംഗീതം, അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 78:8. സ്തോത്രം. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. കണ്ടോ, തന്റെ ദാസനായ ദാവീദ് വ്യക്തമായും ഭക്തമായും പറയുന്നൊരു ദൂത് എന്താ? തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള ഒരു തലമുറയായി. എപ്പോഴും പ്രാർത്ഥിക്കണം, മാതാവേ, പിതാവേ, തലയെ കൈവച്ച് പറയുന്ന കർത്താവേ,
ഞാൻ അരുതാത്ത വഴിയിൽ കൂടെ സഞ്ചരിച്ചു, എന്റെ മക്കൾ ആ വഴിയിൽ കൂടെ പോകാൻ ഇടയാക്കരുത്. ഏറെക്കുറെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. എന്നാൽ കർത്താവ് പറയുന്നത് എന്താ വചനം പറയുന്നത്? അപ്പനോട് നമ്മളോട് എന്താ പറയുന്നത്? നീ ഇന്ന് കാണിക്കുന്ന ശകലത്തിന്റെ പേരും ഞാൻ 1000 തലമുറ വരെ ചോദിക്കുമെന്ന. പിന്നെ കാൽ പിടിച്ച് ചിലപ്പോ വർണ്ണിച്ചു കഴിഞ്ഞാൽ യാക്കോബ് ദൂതനുമായി മൽപ്പിടിച്ചതുപോലെ ഒരു മൽപ്പിടുത്ത ദൈവമേ, ഞാൻ ചെയ്ത തെറ്റിന് തലമുറയിൽ നീ കണക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും. അവൻ ദീർഘമായുള്ള മഹാത്മാവായ ദൈവം, അവൻ ചിലപ്പോ ക്ഷമിക്കും. ഞാൻ ചോദിക്കട്ടെ, രാത്രി 1 മണി വരെ വാട്സപ്പിൽ നിന്ന് ചാറ്റാൻ അറിയാം, ആ 1 മണി വരെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദേവദാസന് അത് മാത്രം ചോദിക്കരുത്. അപ്പോഴും ഞാൻ ഉറങ്ങും. അപ്പം നിങ്ങൾ വ്യാപരിക്കുന്ന ആത്മാവേദ. ഒരു മണി വരെ ചാറ്റിംഗ് ചിറ്റ് ചെയ്യാറിയാലോ തലമുറയ്ക്ക്, കൂടെ ഇരിക്കാനും അറിയാലോ. പക്ഷെ ഇന്ന് രാത്രി ചോദിക്കുക, അവൻ ആ 1 മണി വരെ ഇരുന്ന് 1 മാസത്തിൽ ഒരിക്കൽ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ തലമുറയ്ക്ക് വേണ്ടി? ഹല്ലേലൂയ. എന്ന രാത്രിയിൽ സ്തോത്രം ചിലപ്പോ ഇന്നലെ ഞായറാഴ്ച കേട്ട് കാണത്തില്ല, അനുഗ്രഹത്തിന്റെ ദൂത് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി കാര്യമില്ല. പരിമിതി കൊണ്ട് പരിമിതിക്കകത്തൊരു വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന അഭിഷക്തന്മാര് കുറ്റം പറയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പറയട്ടെ, കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായ കാലഘട്ടമായിരിക്കുന്നു. നിങ്ങൾ കേട്ട് കാണുമല്ലേ? മലപ്പുറം ജില്ലയിൽ കേട്ട് കാണുമല്ലേ? മലപ്പുറം ജില്ലയിൽ വിവാഹം കഴിച്ച് 2 ആഴ്ചയായില്ല. അപ്പോഴാണ് കുട്ടിക്ക് സൗന്ദര്യമില്ലെന്ന് ഭർത്താവ് കാണുന്നത്. വേറെ ഒന്നും നോക്കിയില്ല, എല്ലാം കൂടെ ചേർത്തങ്ങ് അടി തുടങ്ങി പെൺകുട്ടിയെ. പാവം, കേവലം 20 വയസ്സ് പ്രായം. സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ആത്മഹത്യ. എന്താ പറ്റിയത്? പണ്ട് മൊബൈൽ ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് അപ്പനും അമ്മയെ കൊണ്ടുവരുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് ഭംഗിയുള്ളതാ. ഹല്ലേലൂയ. ഇന്നോ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഏത് വേണോ തെരഞ്ഞെടുക്കാൻ? എന്തോ മൃഗശാലയോ, അല്ലെ കശാപ്പുശാലയിൽ കാളെ വാങ്ങാൻ പോകുന്നതോ, അല്ലെ യോസേപ്പിന്റെ കാലഘട്ടത്തെ പോലെ മനുഷ്യരെ വിലവെച്ച് വാങ്ങുന്ന തെരുവുകളോ ഉണ്ട്. 1000കണക്കിന് തെരുവുകള് ഉണ്ട് മനുഷ്യനെ വില പറഞ്ഞു വാങ്ങാൻ. ഏത് വേണമെന്നറിയാൻ, ഏത് സ്തോത്രം സൈസ് വേണമെന്നറിയാൻ, ഏത് നിറമുള്ളത് വേണമെന്നും ഏത് രാജ്യക്കാർ വേണമെന്നറിയാനുള്ളത് ഇന്ന് ഈ വിപണിയിൽ വിലപേശി വിൽക്കുന്നുണ്ട്. തലമുറകൾ പാപത്തിൽ വീട് കിടക്കുന്നു. ഇന്ന് രാത്രി മറന്നു പോകരുത്. സന്ദേശം നിങ്ങൾ പലരുടെയും ചെവിയിലെത്തിക്കുക, പലർക്കും പറഞ്ഞു കൊടുക്ക. തീരെ ദുഷ്കാലമാകയാൽ ഹല്ലേലൂയ വക്രതയുള്ള തലമുറയെ വിട്ട് ഓടി രക്ഷപ്പെടുവീൻ. ഞാൻ പറയട്ടെ, ഇന്ന് ആരെല്ലാം കുടുങ്ങിയെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു മകൻ ചെയ്ത തെറ്റിന് 62 വയസ്സായ പിതാവ്, 50 വയസ്സോളം പ്രായമുള്ള മാതാവ്, എല്ലാം ലോക്കപ്പിനകത്ത. സ്തോത്രം പറ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന പെൺമക്കളുള്ള ആരും നിങ്ങൾ വീട്ടുവീട്ടിൽ കൊണ്ടുപോയി പെണ്ണിനെ വല്ലാണ്ട് വിളിപ്പിച്ചളയൽ. ഒടുക്കം കഴിയൊക്കെ പുറത്തൊക്കെ വരുമ്പോ ഇതല്ല എന്റെ പെണ്ണെന്ന് പറയും. സ്തോത്രം. അതാണ് സംഭവിച്ചത്. ഏറെക്കുറെ മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വചനമുണ്ടെന്ന്. വചനത്തിലില്ലാത്ത ഞാൻ പറയത്തില്ല. യെശയ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനകത്ത് വ്യക്തമായി വചനം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് 2750 വർഷം മുൻപ് തനിക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം താൻ ദൂത് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ദൂത് ഇന്ന് സംഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഷർട്ട് മാറുമ്പോഴല്ലേ ഇന്ന് പലതും മാറുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് 50 വയസ്സായവരെ ആദ്യം കണ്ടുപിടിക്കാൻ പാടാ. സ്കാൻ ചെയ്യണം.
ഹല്ലേലൂയ. എന്താ ഇത് സംഭവിക്കുന്നത്? ഇന്ന് 80 വയസ്സായ അപ്പച്ചനെ കാണണമെന്നുണ്ടെങ്കിൽ അതറിയണോ? ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി എന്ന് കണ്ട്, ഒരമ്മച്ചി തന്നെ അവർ, ആ അമ്മച്ചിയെ കയറി അമ്മച്ചി എന്ന് വിളിച്ചുപോയി. ആ ബാങ്കല കീടിക്ക് മറച്ചു കാണും. എന്റെ അമ്മച്ചി നോക്കിയാ നീ ആര്? ചേടാ, ഇത് വേറെ ആരുമല്ല. ആരോടെല്ലാം പറഞ്ഞത്? നമ്മുടെ സ്റ്റുഡിയോയിലുള്ള കർത്താവിന്റെ ദാസിയുടെ പറഞ്ഞത്. അവർക്ക് ഹിന്ദുവാ. അവരുടെ ഹസ്ബൻഡിന്റെ പേരാ മനോജ്, അല്ല ബിജുകുമാർ. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെല്ലാം ഹിന്ദുക്കളാണ്. അവര് ബാഗിൽ പോയപ്പോ അമ്മച്ചി എന്ന് വിളിച്ചുപോയി, സംബോധന ചെയ്തു. ആരുടെ അമ്മച്ചി? കാരണം പല്ല് മൊത്തവും മാറ്റി, തലമുടിയെല്ലാം മാറ്റി. പിന്നെ ആരാ അമ്മച്ചി? എന്താ പറ്റിയത്? വായിക്കാം. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 3-ാമത്തെ അധ്യായം, അതിന്റെ 16 മുതലുള്ള ചില വാക്യങ്ങളിലേക്ക് വരാം. എന്താ സംഭവം ഈ കാലഘട്ടങ്ങളില്? ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വചനവിരുദ്ധമായ സംസാരങ്ങൾ, വചനവിരുദ്ധമായ നോട്ടങ്ങൾ, വചനവിരുദ്ധമായ നടത്തങ്ങൾ, വചനവിരുദ്ധമായ പ്രസംഗങ്ങൾ, വചനവിരുദ്ധമായ ആരാധനകൾ, വചനവിരുദ്ധമായ ക്രിയകൾ, വചനവിരുദ്ധമായ ഒരുക്കങ്ങൾ, വചനവിരുദ്ധമായ നോട്ടങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രാണചാന്തന്റെ വരവ് കലായി. ഒന്ന് വായിച്ചേ ആ വാക്യം. നിർത്തി വായിക്കണേ. ഓരോന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും എറി കണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും. മതി. ഈ എന്താ ഈ എറിയണ്ടെന്ന് പറഞ്ഞ? ഇപ്പോ പ്രൊഫസറും ഹസ്ബൻഡും കൂടെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. രണ്ടും യോഗ്യതയുള്ള ജോഡി. രണ്ടുപേരും അവരുടെ ബൈക്കിലാ വന്നേ. എന്നാ ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോ രണ്ടുപേരും നടന്നാ പോകുന്നേ എന്ന് വെച്ചോ. അവരുടെ യഥാർത്ഥമായിട്ട് പറയാലോ, അപ്പൊ സ്വാതന്ത്ര്യമായിട്ട് പറയാം. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ ഇപ്പുറത്തൂടെ നടന്നു പോകുന്ന പ്രൊഫസറെ കണ്ടപ്പോ കണ്ണെറിഞ്ഞു. പ്രൊഫസർ അങ്ങോട്ട് കണ്ണെറിയുന്നു. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. അപ്പുറത്തേക്കുന്ന അച്ചായ നിമിഷ നേരം കൊണ്ട് ട്രാഫിക് എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. രണ്ട് കൈയും എടുത്ത് റോഡിന്റെ ഫ്രണ്ടിൽ നിന്ന് നടുക്കിറങ്ങി ഇങ്ങനെ കാണിക്കും. നിന്നോ, കാരണം അപ്പുറത്തൊരാൾ കണ്ണടിച്ചോണ്ടിരിക്കുക. നിന്നോ. അവൻ അപ്പോഴവിടെ ട്രാഫിക് ആയിട്ട് ചാർജെടുക്കും. പ്രായമൊന്നും ഒരു വ്യത്യാസമില്ല. കറുപ്പോ വെളുപ്പോ പൊക്കോ വണ്ണോ ഒന്നും ഒരു വ്യത്യാസമില്ല. സാമ്പത്തികം ഒന്നും വിഷയം. കണ്ണടിച്ചില്ലേ അങ്ങോട്ട് എന്താ പോട്ടെ ചോദിക്കട്ടെ. കൂടെ പോണ ഭർത്താവൊന്നും നോക്കുന്നില്ല. നേരെ തിരിക്കാം. അപ്പുറത്തേക്കുന്ന സഹോദരിയെ കൂടെ പോകുന്ന ഭർത്താവായ വ്യക്തി കണ്ണടിച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള ഗതി എന്നാലും ചോദിക്കേ. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളായത്. ഇത് സംഭവിക്കാത്ത കാര്യങ്ങളല്ല ഇത് പറയുന്നത്. ഒരു തലമുറ നമ്മുടെ ഇടയിൽ ജനിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്ന് വന്നു? വേദപുസ്തകം വായിക്കാതെയും വേദപുസ്തകത്തിന് ഉപദേശം അനുസരിക്കാതെയും വേദപുസ്തകത്തെ ഭക്ഷണമായും പാനീയമായും ഉപയോഗിക്കാത്തതും ആയിട്ടുള്ള തലമുറ. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ പോകുന്നു? ഞങ്ങൾ IPCയിലാണ് പോകുന്നത്. മക്കളെവിടെ പോകുന്നു? ഒരാൾ ഷാരോണിൽ പോകുന്നു, ഒരാൾ ചർച്ചക്കോടിൽ പോകുന്നു. അപ്പനും അമ്മ എവിടെ പോകുന്നു? അവരൊന്ന് യാക്കോവിൽ പോകുന്നു, ഒന്ന് സുറിയാനിയിൽ പോകുന്നു. സ്തോത്രം പറഞ്ഞില്ല. ഇവിടെ എവിടെ ആരാധന വെളിപ്പെടും? അപ്പൊ എത്ര അച്ഛന്മാര് വീട്ടിൽ വരണം? എത്ര വാസുമാര് വീട്ടിൽ വരണം? യോശുവ എന്താ പറഞ്ഞു? ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും, ഭക്തിയോടെ സേവിക്കും. ഒറ്റ ഡൈനിങ് ടേബിൾ ഞങ്ങൾ ഒരുമിച്ചു ആമേൻ ആഹാരം കഴിക്കും, ഒരുമിച്ച് ഞങ്ങൾ പാനം ചെയ്യും. ആമേൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ വേർതിരിവുള്ള ആരാധനകൾ ദേശത്തുനിന്ന് മാറണമെങ്കിൽ നിഗളം തകരണം. സ്തോത്രം. അടുത്ത വാക്യം, അടുത്ത വഴി താഴോട്ട് വായിച്ചാട്ടെ. സ്തോത്രം. തത്തി നടക്കുകയും. കണ്ടോ, ഇവർക്ക് നടക്കാൻ അറിയാം, പക്ഷെ അവരിട്ട് ചെരുപ്പ് പൊക്കം കൂടുതൽ. എന്നാ പ്രായമെങ്കിലും നോക്കട്ടെ. പ്രായം നോക്കിയിരുന്നെങ്കിൽ ചെരുപ്പിന്റെ കീലൊന്നും പൊങ്ങത്തില്ലേ. ഹല്ലേലൂയ. തത്തി മുൻപിലോട്ട് യാത്ര ചെയ്യുന്നേ.
ഈ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് അധികമായി ഓടുവാൻ താല്പര്യമുണ്ട്. പക്ഷെ പ്രവാചകൻ പറയുന്നു, ഇവർ തട്ടിത്തട്ടിയ മുമ്പിലോട്ട് പോകുന്നേ. മാത്രമല്ല, കാലുകൊണ്ട് ആമേൻ സ്വന്തം ചിലമ്പൊലി കേൾപ്പിക്കുന്നു. ആ ചിലമ്പൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ഭയങ്കര സംഭവം. ആ ചിലമ്പൊലി ചിലങ്ക തോറ്റു പോകും. ഹല്ലേലൂയ. എന്ന് രാത്രി പറയട്ടെ, ആമേൻ, ദൈവം നമ്മോട് പറയുന്ന പലതും പലപ്പോഴും നമ്മൾ സാഹചര്യം കൊണ്ട് മാറ്റിവെക്കുമ്പോ ഇന്ന് രാത്രി ചിന്തിക്കണം, അത് അപ്പുറത്തെ വീട്ടിലെ ശോഷമായിട്ടുള്ളതല്ല, അത് എനിക്കും എന്റെ തലമുറയ്ക്കുമുള്ളതാണ്. ഹല്ലേലൂയ. എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ആമേൻ. പലതും ഇവിടെ വിലയിടുമ്പോ, ഇവിടെ വിലയിടാത്ത പലതും സ്വർഗത്തിൽ വിലയിടും. ആമേൻ. ഇവിടെ നിന്റെ പ്രാർത്ഥനയ്ക്കോ പ്രസംഗത്തിനോ വിലയിട്ടില്ലെങ്കിലും, ആമേൻ, സ്വർഗത്തിൽ തരുന്ന ആലോചന നീ പ്രസ്താവിപ്പാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ഇടാത്ത വില സ്വർഗം നിനക്ക് അവിടെ ഇടും. ഹല്ലേലൂയ. നമ്മുടെ ഉദ്ദേശം ആമേൻ നിത്യതയാണ്. നിത്യത. സ്തോത്രം. ആ നിത്യതയിലേക്ക് എത്തുവാൻ ചിലതൊക്കെ നമ്മൾ വിടേണ്ടതായി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പൈതലേ, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അടുത്തെന്താ വായിച്ചത്? ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുപ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. കണ്ടോ? ചിലർക്ക് എത്ര സൗന്ദര്യം ഉണ്ടായിരുന്നിട്ടും വാരി തേച്ച് പിന്നെയും പിന്നെയും സൗന്ദര്യം കൂട്ടിക്കൂട്ടി മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ദൈവം പറയുന്ന ദൂത് കേട്ടോ. സ്തോത്രം. ഇന്നെല്ലാം ഒരു ബ്യൂട്ടീഷ്യനിൽ പോയിരിക്കുന്ന മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ, ഓ, കണ്ണും അടയ്ക്കണ്ട, മുഖത്ത് തുണിയിടണ്ട, ഒന്നും ചെയ്യണ്ട, മുഖമല്ലേ ഒളിപ്പിക്കുന്നേ. സ്തോത്രം. എന്നാ ഒരു സഭയോഗത്തിന് പോയി ഇരുന്ന് നോക്ക്, തലയിൽ കുലിച്ച് ഷോളും എടുത്ത് മുഖത്തൂടെ മൂടി പേടിച്ച് എന്നെ ആരും കാണണ്ട എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ ഒരു ബ്യൂട്ടീഷ്യനിൽ പോയിട്ട് എന്നെ കണ്ടോ, എന്നെ കണ്ടോ, എന്റെ മുഖം മൊത്തം വൃത്തിയാക്കി ഞാൻ പോകത്തുള്ളൂ. അത് 2 മണിക്കൂർ എടുക്കും. 2 ആയാലും 4 ആയാലും അവരൊരു പടം കാണിക്കും. ഇത് ഏതുപോലെ വേണം, മനീഷ കൊയ്രാളെ പോലെ വേണോ, അല്ല ഇനി ആരെ പോലെ വേണ്ടത്, ഏത് പിക്ചർ വേണം, അത് എനിക്ക് ഇതുപോലെ മതി. അതുപോലെ ആകണ്ടേ? മണിക്കൂർ എടുക്കും, മണിക്കൂർ. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവസന്നിധിയിൽ 1 മണിക്കൂർ ഇരിക്കാൻ വയ്യാത്ത നീ എങ്ങനെ കോടാനുകോടി യുഗം നിത്യതയിൽ ആരാധിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ എന്നെ കൊണ്ടുപോകും? തന്റെ വേലപ്രത്യക്ഷതയിൽ ദൂതന്മാരുമായി വരുമ്പോൾ എങ്ങനെ മുമ്പിലോട്ട് പോകാൻ കഴിയും? ദൈവത്തിന് സന്നി 1 മണിക്കൂർ ഉപവസിക്കുവാനോ കരയുവാനോ മുട്ടുമടക്കുവാനോ സമർപ്പിക്കുവാനോ കഴിയാത്ത വ്യക്തികളെ കർത്താവ് എങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലപ്പോഴും നമ്മുടെ വാഴ്ചത്വങ്ങളും നമ്മുടെ നന്മകളും തലമുറയിൽ മേൽ വരുന്ന ചില ദൗത്യങ്ങളും പലപ്പോഴും ആമേൻ സ്വന്തം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പലതും പകുതി വഴി തച്ചുടയുമ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആമേൻ, നിന്റെ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, ഇന്നത്തെ ഈ കണ്ണീരുണ്ടല്ലോ, ഇന്നത്തെ ഈ ആകുല ചിന്തയുണ്ടല്ലോ, നാളെ ഇതിനൊക്കെ മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് ഇന്ന് രാത്രി. സ്തോത്രം. ആമേൻ. എത്ര മണിക്കൂറോണോ ബ്യൂട്ടീഷ്യൻ പോയി കിടക്കുക, എന്നെ ഞാൻ ഫുള്ളായി തന്നിരിക്കുക, നിങ്ങൾ എന്നെ ചെയ്തോ. ഹല്ലേലൂയ. എന്നെ ഞാനല്ലാത്ത ഒരു മനുഷ്യനാക്കി പുറത്തെടുക്കണം. ഉള്ള കഞ്ഞിവെള്ളവും ഉള്ള കൊച്ചങ്ങയും ഉള്ള വെള്ളക്കയും ഉള്ള ചുമച്ചയും വെള്ളരിക്കയും എല്ലാം കൊണ്ട് തേച്ച് കുളിപ്പിച്ച് ആമേൻ. ഇനിയിപ്പോ കുളിക്കാൻ വയ്യാത്തവർക്ക് കുളിപ്പിക്കുന്ന മിഷീൻ ഇറങ്ങി കഴിഞ്ഞു. സ്വതം ഉറപ്പായിട്ടും കുളിപ്പിക്കും, സൂപ്പറായി കുളിപ്പിച്ചെടുക്കും. ആമേൻ. മുഖത്തിന് പ്രത്യേക മസാജ് ചെയ്യാനുള്ള മെഷീൻ ഇറങ്ങി കഴിഞ്ഞു. ആമേൻ. 100 കണക്കിന് തലത്തിൽ വെളുപ്പിച്ച് പുറത്തെടുക്കാൻ ദൈവത്തിന് ഇന്ന് രാത്രി പലതിനെയും പുറത്തെടുക്കാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. എന്താ ദൈവദാസനെ 1 മണിക്കൂർ ഇരിക്കാൻ വയ്യ? അയ്യോ, എനിക്ക് ഭയങ്കര നടുവേദനയാ. ഇരിക്കാൻ വയ്യ, പക്ഷെ ഇങ്ങനെ കിടക്കാൻ കഴിയുമോ? കഴിയും. എവിടെ? ബ്യൂട്ടീഷ്യൻ. അടുത്ത വാക്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രകല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തട,
പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവ ആമേൻ. ഈ തകിട്ടുകൂട്, പരിമളപ്പെട്ടി എന്ന് പറയുമ്പോൾ വെയിലിനനുസരിച്ച് അടിക്കാനുള്ള പൗഡറുണ്ട്. ഞാൻ നോക്കിയപ്പോ ഒരു സഹോദരിയുടെ മുഖത്ത്, അത് വേറെ സഹോദരി ഒന്നല്ല കേട്ടോ, നമ്മുടെ സഹോദരി. എത്ര ഞാൻ വിശർത്ത് കുളിച്ചിട്ടും അവരുടെ മുഖം വിശർക്കുന്നില്ല. എന്താ കാര്യം നോക്കി എനിക്ക് പോയെങ്കിൽ സെർച്ച് ചെയ്തില്ല. ഞാനിങ്ങനെ ചർച്ചിപ്പൂ നടത്തുകൊണ്ടിരിക്കുക, ഇവരുടെ മുഖം എന്താ വിസർക്കാത്ത കാര്യം? അങ്ങനെയൊന്നും ഒരു സൂര്യനും എന്നെ വിസർപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ ഈ പരിമളപ്പെട്ടിക്കകത്ത് മഴയത്തടിച്ചാൽ എന്റെ മുഖത്ത് വെള്ളം വീണ് തെറിച്ചു പോകുന്നതാണ് അടിക്കുന്നത്. വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ആ കൊട പോലും വേണ്ട, 3/4 കൊട പോലും വേണ്ട, അത്രക്കാലം ക്വാളിറ്റി ഉള്ളതാണ് എന്റെ മോത്തി അടിച്ചിരിക്കുന്നത്. സ്തോത്രം. പിന്നെ എന്തിനല്ലേ? ദൈവമേ, ഇന്ന് രാത്രി ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു തലമുറയുണ്ട്, മറന്നു പോകരുത്. അവരോട് നാളെ നിങ്ങൾക്ക് ഉപദേശിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കാരണം അവർ നിങ്ങളെ കണ്ടാണ് വളരുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന പറയുന്നു. തലമുറ കണ്ടു വളരുന്നത് പിതാവേ നിന്നെ തന്നെ, മാതാവേ നിന്റെ ആത്മീയത അവരെ അളക്കുകയാണ്. എത്ര സമയം പിതാവ് പ്രാർത്ഥിക്കുന്നു, അത് തലമുറ അളക്കുന്നു. എത്ര സമയം മാതാവ് ഉപവസിക്കുന്നു, അത് മക്കൾ അളക്കുന്നു. എന്നിട്ട് മാത്രമേ അവർ തീരുമാനമെടുക്കൂ. അന്നത്തെ തലമുറയല്ല ഇന്നത്തെ തലമുറ. ഇന്നത്തെ തലമുറ അപ്പന്റെയും അമ്മയുടെയും സ്തോത്രം ജീവിതം കണ്ട് മുൻപിലോട്ട് സഞ്ചരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന രാത്രി വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു ദൂതനാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. ഈ തലമുറയിൽ വക്രതയുള്ള തലമുറയിൽ അതിനകത്തുനിന്ന് തലമുറയ്ക്കകത്തുനിന്ന് ഒരു വിഭാഗത്തെ പുറത്തെടുക്കുന്ന, ഒരു ശേഷിപ്പിനെ പുറത്തെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം നീ മറന്നു പോകരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. താഴോട്ട് അടുത്ത വാക്യം കൂടെ വായിച്ചു പ്രാർത്ഥിക്കാം. സ്തോത്രം. മോതിരം, മൂക്കുത്തി, ഉത്സവ വസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ശോഭപടം, ഈ ചെറുസഞ്ചി എന്ന് പറയുമ്പോ അത് കുറെ ചിന്തിക്കാനുണ്ട്. അവിടെ നിൽക്കട്ടെ. ശോഭപടം, ശാൽവ, ഇതെല്ലാം ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ശാൽവയൊക്കെ ഇറങ്ങി. ചില വണ്ടികളൊക്കെ ശാൽവ കാണുമ്പോൾ നിൽക്കും, ഓട്ടോമാറ്റിക്കിൽ നിൽക്കും. സ്തോത്രം. അത് വാങ്ങിച്ച വീട്ടിൽ പോകും. പിന്നെ മേലാട കണ്ടിട്ടില്ലേ? വണ്ടി പോകുമ്പോ പറന്നു പോകുന്ന സാധനം, അതിങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. അതിന്റെ പിന്നാലെയായി ഇന്ന് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോ ശ്രദ്ധിക്കണം. എവിടെയെല്ലാം പുരുഷന്മാർ വീഴ്ത്തപ്പെട്ടു, എവിടെയെല്ലാം പുരുഷന്മാർ തകർക്കപ്പെട്ടു, എവിടെയെല്ലാം കുടുംബങ്ങൾ തകർക്കപ്പെട്ടു, എവിടെയെല്ലാം അത് ഛിന്ന ഭിന്നമായി പോയി എന്നുള്ള കാര്യം ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം. മറന്നു പോകരുത്. വാക്യത്തിനകത്തളങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ മുൻപിലോട്ട് സഞ്ചരിക്കുമെങ്കിൽ ഒരു വലിയൊരു അത്ഭുത ശുശ്രൂഷ ഈ തലമുറയിൽ ദൈവത്തിന് നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇതേപോലത്തെ മീറ്റിങ്ങുകളൊക്കെ ദൈവം വയ്ക്കുന്നത്, ആമേൻ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി തരുന്ന ഒരു ചാൻസ്. ഹല്ലേലൂയ. അതിനെ കുറിച്ച് വെച്ച് പറഞ്ഞോ. അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. ആമേൻ. മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു ദൂത് ശ്രദ്ധിക്കാം. മത്തായി 17-ന്റെ 17-ാമത്തെ വാക്യം. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഒന്ന്, ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അവരെ കൊണ്ടുപോകുന്ന അപ്പനും വിശ്വാസമില്ല, അമ്മയ്ക്ക് വിശ്വാസമില്ല. പിന്നെ എങ്ങനെ തലമുറയ്ക്ക് വിശ്വാസം ഉണ്ടാകും? എന്നാൽ യേശു പറഞ്ഞത് കണ്ടോ, അവരൊരു അസുഖമുണ്ട്. ആമേൻ.
അവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തെ മാറ്റാൻ യേശു ശിഷ്യന്മാരോട് പറയുക, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവാ. ഇന്ന് രാത്രി ചിലർ ദൈവത്തിന് സന്നിധി കൊണ്ട് കൊടുക്ക. വിളിപ്പാൻ ദൈവം ശക്തനാ. ഇതിനകത്തിരിക്കുന്ന മാതാക്കൾ ചോദിച്ചവർ പറയും, എന്റെ തലമുറയ്ക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന സമയത്ത് ദൈവം തലമുറയിൽ വിടുവിച്ചു, ദൈവം അവരെ പുറത്തെടുത്തു, ദൈവം അവരുടെ മേൽ അഭിഷേകം പകർന്നു, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം അവരുടെ മേൽ കർത്താവ് അയച്ചു എന്ന് പറയാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി പറയുന്നു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ. ഓക്കെ, 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വളരെ വ്യക്തമാണ്. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. കണ്ടോ, അവന് വെളിവ് വരുന്ന കാര്യം മനസ്സിലായോ? അവനെ വാദിച്ചത് ഭൂതശക്തിയാ. അവൻ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോ തലയിട്ട് കുറയണമെങ്കിൽ വിചാരിക്കണം അവന് വ്യാപരിക്കുന്നത് അഭിഷേകമല്ല. പ്രാർത്ഥിക്കാൻ വന്ന് ഇരിയെന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ മുറിവുണ്ട്, ചിലത് മുറിവുന്നു. പ്രാർത്ഥിക്കുക, എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കാൻ. അപ്പോഴും വിചാരിച്ചോളണം ഇത് വാദിച്ചിരിക്കുന്നത് ഭൂതാത്മാവാ. പിന്നെ ഒരു പല്ലുകടിയുണ്ട്. കട്ടളപ്പടിയുടെ മറവിൽ മറഞ്ഞു നിന്നിട്ട് അപ്പന്റെ മുഖത്തേക്ക് ഒരു പല്ലുകടി, അമ്മയുടെ മുഖത്തേക്ക്, അമ്മയാണ് വിളിച്ചെങ്കിൽ അമ്മയുടെ മുഖത്തേക്ക് ഒരു പല്ലുകടി. നോക്കിക്കോളണം. യേശു പറഞ്ഞു, അവനെ ഇവിടെ കൊണ്ടുപോവാ. അവന് വ്യാപരിക്കുന്ന ഒരു അന്ധകാരമുണ്ട്. ഇന്ന് രാത്രി ചില തലമുറകളെ പ്രാർത്ഥിക്കാൻ വിടാതെ, ബൈബിൾ വായിക്കാൻ വിടാതെ, സൺഡേ സ്കൂളിന് പോലും വിടാതെ വിളിച്ച് ഇരുത്തി ശത്രു അവന് ഭരിക്കുമ്പോൾ ലാസ്റ്റ് പറയും, അഭിഷേകനെ എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, അവനെന്തോ ഒരു പ്രശ്നമുണ്ട്. യേശു പറയുന്നു, അവന് വ്യാപരിക്കുന്നത് ഭൂതാത്മാവാ. ശമനപരകഥന വൈദകരാജകൽക്കനാദി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാ നോക്കൂ, ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നൊരു വാക്ക് കേട്ടോ. അവന് എന്ത് ചെയ്തു? സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. അവന് സൗഖ്യം വന്നതിന് തൊട്ട് മുൻപ് നമ്മൾ വായിക്കുമ്പോ ഓക്കെ, ഹല്ലേലൂയ, 15-16 വാക്യം ഒന്ന് വായിച്ചു. കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്ക് അറിയാൻ പറ്റും. 15-16 വാക്യം. കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. കണ്ടോ? ഒരു മിനിറ്റ്. അപ്പൊ അവനെ ബാധിച്ചിരിക്കുന്ന രോഗം കണ്ടോ? ചന്ദ്രരോഗം എന്ന് പറഞ്ഞ ചുഴലിയ. തീ കാണുമ്പോഴും വെള്ളം കാണുമ്പോഴും ഇവൻ അതിലേക്ക് ചാടാനുള്ള ടെൻഡൻസി. അതാ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നത്. എന്താണെന്ന് അപ്പനും അമ്മയ്ക്കും നല്ലവണ്ണം വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അവർ കുറച്ചുകൂടെ ദൈവത്തെ ഒന്ന് അടുത്തു വരണമായിരുന്നു. ഇവൻ പല പ്രാവശ്യം തീയിൽ ചാടി, പല പ്രാവശ്യം വെള്ളത്തിൽ ചാടി. പക്ഷെ അതിനകത്തും അവരെ അത്ഭുതകരമായി ദൈവം പിടിച്ചു. എന്നാൽ യേശുവിന്റെ ഈ യാത്രയുടെ നടുവിൽ ഈ കുടുംബം അലമുറയിട്ട് കരയുകയാണ്. 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കണ്ടോ? ഹല്ലേലൂയ. ശിഷ്യന്മാർ അടുക്കൽ കൊണ്ടുപോയിട്ട് ശിഷ്യന്മാർക്ക് സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല. അടുത്ത് കൊണ്ടുവരുന്ന എവിടെ നിന്നറിയാമോ? യേശുവിന്റെ അടുക്കല. ഇന്ന് രാത്രി ആമേ, പലർത്തും നീ കൊണ്ടുപോയി സൗഖ്യമില്ല, പലർത്തും നീ കൊണ്ടുചെന്ന് പല വാതിലും മുട്ടി, അവിടെ ഒന്നും സൗഖ്യം വന്നില്ല. പല വൈദ്യന്മാരാൽ ചികിത്സിച്ചു, അവിടെ ഒന്നും സൗഖ്യം വന്നില്ല. പലർത്തും കൊണ്ട് നടന്നു, അവിടെ ഒന്നും സൗഖ്യം വന്നില്ല. എല്ലായിടത്തും ഉരുളിയും കമത്തി, തന്താരും അടിച്ചു, പൂത്തുലിയും കത്തിച്ചു, കതിരാവും അടിച്ചു, അവിടെ ഒന്നും സൗഖ്യം വന്നില്ല. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നത്, എന്റെ അടുക്കൽ കൊണ്ടുവാ, ഇന്ന് രാത്രി സൗഖ്യം ഉറപ്പാ. ഹല്ലേലൂയ. ഒരു കൂട്ടം തലമുറയെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കഴിയുമ്പോൾ, ആമേൻ, ഒരു കോളേജിൽ പഠിക്കുമ്പോൾ, ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു സ്കൂളിൽ പോകുമ്പോൾ, പോയി വരുമ്പോൾ, കോളേജിൽ നിൽക്കുമ്പോ, ആമേൻ, സ്തോത്രം, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആദ്യത്തെ ബാച്ച്, രണ്ടാമത് വരുന്ന ബാച്ചിനെ ചിലപ്പോ ഹറാസ് ചെയ്തെന്ന് വരാം.
പ്രൈസ് ദി ലോർഡ്, അവിടെയും ദൈവം നമ്മെ നിർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് രാത്രി ഹല്ലേലൂയ ഒരു ദൈവ പൈതൽ ഒരു സ്ഥലത്ത് ഏകനായി നിൽക്കണമെങ്കിൽ അവൻ ആദ്യം വേണ്ടത് സ്വത്തോ പണമോ മറ്റ് ഇതര സംവിധാനം ഒന്നുമല്ല, വേണ്ടെന്നല്ല, അതൊന്നുമല്ല അമ്മയും അപ്പനും കൊടുക്കേണ്ടത്. ഏത് സമയത്തും നിൽക്കാനുള്ള ദൈവത്തിന്റെ വചനം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഏത് സാഹചര്യത്തിലും പാപത്തെ ആമേ ഗുഡ് ബൈ പറഞ്ഞ് ആമേ ഓടുവാൻ ആമേ ഈ കാലഘട്ടങ്ങളിൽ തലമുറയിൽ കഴിയണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തിലെ കാലം അതിക്രമിച്ചിരിക്കുന്നു. കാലം അതിന് അന്ത്യത്തിലേക്ക് ശീഘ്രത്തിൽ യാത്ര ചെയ്യുന്നു. പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന കാശിനും മച്ചുവാരിറ്റിക്കും ബ്രൗൺ ഷുഗറിനും ഹെയർ ഓയിലിനും പച്ചച്ചാലകത്തിനും ബീഡിക്കുറ്റിക്കും ചാലകത്തിനും അടിമയായ ഒരു തലമുറ. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്കും പറയണം പ്രഗൽഭത്തോടെ, എന്റെ തലമുറ അവൻ 100% ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാർക്ക് കഴിയുമോ? അവര് പറയുന്നത് എന്റെ മക്കൾ വീട്ടിനകത്തല്ലേ ഇരിക്കൂ, അവരൊരിടത്തും പോകുന്നില്ലല്ലോ. ആ ഒരു വാക്കേ അവർക്ക് പറയാൻ കഴിയൂ. അവർ കൂട്ടുകെട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് അതൊന്നും കാണത്തില്ല. പക്ഷെ അവരുടെ വീക്കൻസ് വേറെ ആയിരിക്കും. ഹല്ലേലൂയ. എന്ന രാത്രി ആമേ തിരിച്ചറിവിന്റെ ആത്മാവിനെ പ്രാപിച്ച്, പരിജ്ഞാനത്തിന്റെയും ആമേ വിവേചനത്തിന്റെയും ആത്മാവിനെ പ്രാപിച്ച് മുൻപിലോട്ട് തലമുറയെ നയിപ്പാൻ ഈ കാലഘട്ടങ്ങളിൽ എന്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ പിതാവേ, നീ താടി കൈ കൊടുത്തിരിക്കാതെ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം പറ. എത്രയോ തലമുറകൾ 2024 നശിച്ചുപോയി. എത്രയോ എണ്ണം ജയിലായി, തുറങ്കിലടക്കപ്പെട്ടു. ആമേൻ. അവർ തെറ്റ് ചെയ്തില്ല, അവര് കൂട്ടുകാരുടെ കൂടെ പോയി നിന്നതേ ഉള്ളൂ. അവിടെ ഓഡിയൻസിനിടയിൽ അവർ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞില്ലേ, ഇവരും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു എന്താ പറഞ്ഞ പത്രോസിന്? പത്രോസേ, നീ എനിക്ക് ഇഷ്ടമുള്ളവനാ, പക്ഷെ നീ എന്നെ തള്ളി പറയും. ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, നീ എന്നെ തള്ളി പറയും, പറഞ്ഞിരിക്കും. കോഴി 3 പ്രാവശ്യം കൂവുന്നതിന് മുൻപേ നീ എന്നെ 3 വട്ടം തള്ളി പറയും. പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണ്. അതുപോലെ പറഞ്ഞില്ലേ? അതുപോലെ പറഞ്ഞില്ലേ? അതുപോലെ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. തലമുറ സ്കൂളിൽ നിന്ന് വരുമ്പോ ആ ബാഗ് ഒന്ന് തുറന്നു നോക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. ബാഗ് തുറന്നു നോക്കി ഇന്ന് ഏതാ മക്കളെ പഠിപ്പിച്ചെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നല്ലതാ. ഒന്ന് അടുത്തിരുന്ന് തലമുറയെ തലയൊക്കെ ഒന്ന് തടവി കൊടുത്ത്, തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത്, അവർക്ക് ചോറൊക്കെ വാരി കൊടുത്ത്, ആമേൻ, അങ്ങോട്ട് സ്നേഹിച്ചു നോക്കിയേ. അവർ വേറെ ഒരു സ്നേഹത്തിന്റെ പിന്നാലെ പോകില്ല എന്ന് വേദപുസ്തകം ഇന്ന് രാത്രി ഉറപ്പു പറയുക. നിന്റെ തലമുറ നിന്റെ സ്നേഹം കുറയുമ്പോഴാ അപ്പുറത്തൊരു സ്നേഹത്തിന് വേണ്ടി പായുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? ഈ രാത്രി പറ, ദൈവം നിരക്കുന്ന തലമുറയുടെ നടുവിൽ അവൻ നീ സമയം സ്പെൻഡ് ചെയ്യും. ഹല്ലേലൂയ. പിടിച്ചിരുത്തി അവർക്ക് വേണ്ടിയത് കൊടുക്കാം. ഇന്ന് രാത്രി തയ്യാറാകണമെന്ന് സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാം മാർക്കോസ് 9:19 ഒന്ന് വായിച്ചേ. അവിടെ എന്താ യേശു കർത്താവ് പറഞ്ഞൊരു ദൂത്? മാർക്കോസ് 9 ആമേൻ അതിന്റെ 19ാമത്തെ വാക്യത്തിലേക്ക് യേശു പറഞ്ഞൊരു ദൂത്. ആമേൻ, സ്തോത്രം. വായിക്കും. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? അവിടെയും ഒരു വലിയൊരു രോഗസൗഖ്യത്തിന്റെ മുൻപിലാണ് യേശു നിൽക്കുന്നത്. തലമുറകളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോ ഞാനിപ്പോ ചിന്തിക്കുന്ന ഒരു ഭാഗം, ഒരു 35 വർഷം ബാക്കിലോട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തൊരു സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രകൃതിയൊക്കെ നോക്കാൻ എന്തൊരു ഭംഗിയാ. പ്രൈസ് ദി ലോർഡ്. ഫുൾ ടൈം നമ്മൾ പ്രകൃതിയുടെ മുകളിലേക്കായിരിക്കും. ആമേൻ. വല്ല പറങ്കി മാവോ അല്ലെങ്കിൽ മാവിന്റെ മൂട്ടിലോ ജാമ്പയുടെ മൂട്ടിലോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇന്നോ
ഇന്ന് അതിന്റെ മൂട്ടിലെന്ന് പോലെ ഇരിക്കുന്നത്. ഇതിന്റെ മൂട്ടിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും നെയ്ത്തുകാരൻ ചെയ്യുന്നത് പോലെ. ആമേ. രാവിലെ അങ്ങ് ഉരച്ചു തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉരപ്പ. ഇതിനിടയ്ക്ക് അമ്മ വരുന്ന നോക്കും, അപ്പം വരുന്ന നോക്കും, വേറെ ആരെയും പ്രശ്നമല്ല. സ്തോത്രം. ഇന്ന് രാത്രി നീ ആരെ ഒളിച്ചാലും ഒളിക്കാത്ത രണ്ട് കണ്ണുണ്ട്. ആ രണ്ട് കണ്ണ് തലമുറയെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ ഞങ്ങൾക്ക് യോസേഫിനെ അനുഗ്രഹിച്ച കാര്യം എന്നറിയാമോ? എന്താ വാഴ്ത്ത നശിച്ചു പോകാത്തത്? ആ വാഴ്ത്തത്തെ നശിക്കേണ്ട കാര്യം എന്നറിയാമോ? അവര് വേണമെങ്കിൽ രാജകുമാരനേക്കാൾ അന്തസ്സായിട്ട് പോത്തിഫറിന്റെ ഭവനത്തിൽ ജീവിക്കായിരുന്നു. ഒന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ. അവൻ അവിടുന്ന് ആമേൻ ചാടിയപ്പോൾ അവന് വന്ന വേദന മനസ്സിലായോ? ഇന്ന് രാത്രി പലതും നീ വേണ്ടാന്ന് വെക്കുമ്പോ പലരും നമ്മെ അകറ്റി നിർത്തും. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്ന ഒരാളിൽ നിന്ന് ശ്രദ്ധിക്കണം. ആരകറ്റി നിർത്തിയാലും കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. ആരെല്ലാം ഇന്ന് രാത്രി നിന്നെ മാറ്റി നിർത്തിയാലും വിശുദ്ധിയുടെ നടുവിൽ വിശുദ്ധി പ്രാപിക്കുന്ന വിശുദ്ധനായ ഒരു ദൈവം, കളങ്കമില്ലാത്തൊരു ദൈവം നിന്റെ കൂടെ ഇരിക്കുമെന്ന് രാത്രി. അത് യോസേഫിന് നല്ലവണ്ണം അറിയാം. ആമേൻ. നല്ലവണ്ണം അറിയാം. വിനീസിന്റെ കൂടെ ജിജോ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ എത്രയോ തലമുറകളുണ്ടെന്നറിയാമോ? എത്രയോ പേർ ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവർക്ക് ഇപ്പൊ ഏത് ലൈനിലായിരിക്കും ഇരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അപ്പനും അമ്മയും അറിയാത്ത ഫോണുകൾ, അപ്പനും അമ്മയും അറിയാത്ത സിം കാർഡുകൾ, അപ്പനും അമ്മയും അറിയാത്ത, അവർക്ക് പോലും ഫോൺ ലോക്ക് തുറക്കാൻ കഴിയാത്ത തരത്തിൽ അൺലോക്ക് ചെയ്ത് അവയെ സൂക്ഷിക്കുന്ന തലമുറ. നീ ഫോണെ ലോക്ക് ചെയ്യൂ, പക്ഷെ ദൈവം നിന്നെ ലോക്ക് ചെയ്താൽ ഉലകത്തിൽ ഒരു മനുഷ്യനും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. ഇന്ന് രാത്രി അപ്പുര പലരെ ലോക്കി വെച്ചിരിക്കുക. ആ ലോക്ക് പൊട്ടി പുറത്തു വരണമെങ്കിൽ വചനം പറയുന്നു, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, ഈ രാത്രി കേൾക്ക്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി നിന്ന് ചോദിക്കുക, നിനക്കിന്ന് രാത്രി ആ ലോക്കിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെങ്കിൽ ഈ 2025 ആമേൻ, രണ്ടാമത്തെ മാസം 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മ പറയുന്നു, ചില കുടുംബത്തിലെ തലമുറകളെ 1, 2, 3 എന്ന് ചൊല്ലി ചില ഭവനത്തിനകത്ത് ബ്ലോക്കായി കിടക്കുന്ന പലതിലെയും പുറത്തു കൊണ്ടുവരാൻ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. വായിക്കാം. 8-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. ആമേൻ. മാർക്കോസ് 8:38 ഒന്ന് വായിക്കേ. അതിനകത്ത് എന്താണ് പ്രൈസ് ദി ലോർഡ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതനുമായി വരുമ്പോൾ നാണിക്കും. കണ്ടോ? ഹല്ലേലൂയ. ഇവിടെ വായിച്ചതുണ്ടോ? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ. എന്തുണ്ട് തലമുറയിൽ? വ്യഭിചാരമുണ്ട്. അടുത്തൊന്നുണ്ട്? പാപമുണ്ട്. ഹല്ലേലൂയ. എന്ന രാത്രിയിൽ വളരെ പ്രാർത്ഥിക്കണം തലമുറയ്ക്ക് വേണ്ടി. 2 വയസ്സ് 3 വയസ്സായ കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പാസ്റ്റർ അവിടെ മിണ്ടാതിരുന്നോളും, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കയ്യില് ഒരു ഫോൺ കിട്ടിയാൽ നമുക്ക് വിളിക്കാനും വാട്സപ്പിൽ ഫോട്ടോ അയക്കാനോ അല്ലെങ്കിൽ എന്ന് മെസ്സേജ് അയക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അതിന് എത്ര ആപ്പ് ഉണ്ടെന്നും എത്ര ആപ്ലിക്കേഷൻ ഉണ്ടെന്നും ഇന്നൊരു 3 വയസ്സായ കുട്ടിയുടെ ഫോൺ കൊടുത്താൽ സകലതും അവൻ തുറന്നെടുക്കും നിമിഷ നേരം കൊണ്ട്. നമ്മളിവിടെ പപ്പ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവനങ്ങ് ജപ്പാനക്കാരും അവൻ അതിനകത്ത് കയറി നിന്ന് അവൻ ചെയ്യുന്നൊരു തലമുറയാണ് ഈ തലമുറ. വളരെ ഭയപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്തിനേറെ ഉയരത്തിൽ പോകുന്ന പ്ലെയിനെ ഇപ്പൊ എവിടെ എത്തിയെന്ന് അറിയാൻ വരെ ഇന്നത്തെ തലമുറയിൽ കഴിയാൻ പറ്റും.
അവര് കയറി കാക്കി. അത് വിദേശമെന്നോ സ്വദേശമെന്നോ ഇല്ല, കാരണമുണ്ട്. തലമുറ എവിടെ എത്തി നിൽക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തറിയാം? വിളിക്കാറിയാം അല്ലേ? അത് നമ്മളെ നമ്പറൊക്കെ എടുത്ത് വിളിക്കുമ്പോൾ തന്നെ തലമുറകൾ 8 കോളം വിളിച്ച് 6-7 വീഡിയോ കോളും ചെയ്ത് അവരാമയം പറഞ്ഞിരിക്കും. നമ്മളുടെ നമ്പർ കുത്തിയെടുക്കുക. സ്തോത്രം പറഞ്ഞില്ല. യേശു എന്താ പറയുന്നത് അറിയാമോ? വ്യഭിചാരവും പാപവും ഉള്ളൊരു തലമുറ ഇല്ലേ? വ്യഭിചാരമില്ലേ തലമുറയ്ക്ക്? പാപമില്ലേ തലമുറയ്ക്ക്? ഉണ്ട്. അവർ ഇന്ന് രാത്രി ആ തലമുറകൾ മാനസാന്തരപ്പെട്ട് ദൈവത്തെ യഥാസ്ഥാനപ്പെട്ട് മുൻപിലോട്ട് വരേണ്ടത് ആവശ്യം. കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കേട്ട എങ്ങനെയാ, ഒരു വ്യക്തിയുടെ വായി തോന്നതാ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാ ആലുവയും മത്തിക്കറിയും പോലെ. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ? വളർച്ച, ഭയങ്കര വളർച്ച, ബ്രെയിനൊക്കെ വളർന്നു പന്തലിച്ച്. ഹല്ലേലൂയ. തുറന്നു പറയാനെങ്കിലും പറ്റിയില്ല ആ കുട്ടിക്ക്. ഞാൻ പറഞ്ഞു, കർത്താവേ നീ തുറന്നു പറഞ്ഞപ്പോ മാതാവേ പിതാവിനെ നിങ്ങൾ തിരിച്ചു കാണിച്ചോ? ഞാൻ ഒന്ന് സന്തോഷിച്ചു. പിന്നെ ഇപ്പൊ ഇപ്പൊ കൊടയും വടിയും കുത്തിയൊന്നും പോണ്ടല്ലോ സെലക്ട് ചെയ്യാൻ. പിള്ളേരെ സെലക്ട് ചെയ്തു. സ്വന്തം അവര് തന്നെ ഇപ്പൊ കയറി ആപ്ലിക്കേഷനിൽ അവരുടെ ഫോട്ടോ കിട്ടും, അവര് സെറ്റ് ചെയ്തു. പൈസലോ കാരണം ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ തമ്പുരാന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ എന്റെ വായിൽ കൂടെ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കൊന്ന് പ്രത്യേകിച്ച് പറയുണ്ട്. ഇതാരും ഊരിത്തിരിഞ്ഞു വന്ന വാക്കുകളല്ല. യേശു കർത്താവ് പറയുന്നത് വ്യഭിചാരം കൊണ്ടും പാപം കൊണ്ടും ബന്ധിക്കപ്പെട്ട ഒരു തലമുറയെ അഴിച്ചെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവരെ ഭരിക്കുന്ന ദൈവാത്മാവല്ല, അവരെ ഭരിക്കുന്നത് ഭൂതാത്മാവ്, അവരെ ഭരിക്കുന്നത് അസത്യത്തിന്റെ ആത്മാവ്. അവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ കവർണ്ണഹോമിൽ മാത്രമല്ല, കർത്താവ് പിന്നെ ചില യാത്രകൾ ചെയ്യേണ്ടതായി ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. അപ്പനേക്കാൾ മക്കളെ വളർന്ന് പന്തലിച്ചെന്ന് അപ്പൻ മനസ്സിലാക്കണം. അമ്മയേക്കാൾ വിദ്യാഭ്യാസം മക്കൾ കൊടുക്കുമ്പോൾ അമ്മ ഭയപ്പെടണം. എന്റെ മക്കൾ നാളൊരു സമയത്ത് അവർ എന്നെക്കാൾ വളർന്നു, എന്നെക്കാൾ വിദ്യാഭ്യാസത്തിൽ ഉയർന്നിരിക്കുകയാ. അപ്പോഴെന്ത് ചെയ്യണം? അപ്പനും അമ്മയെ പേടിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പേടിച്ചേ മതിയാ. കണ്ടില്ലേ 9 വയസ്സായ പൊന്നുമോള് ഗർഭിണിയായത്? ഹല്ലേലൂയ. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിനകത്താണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ സംഭവിച്ചു? എന്നാൽ നിയമം നിൽക്കുന്നു 25, 23, 28 നിയമം നിൽപ്പുണ്ട്. എന്നാൽ നോക്കൂ, ഹല്ലേലൂയ, വളരെ വളരെ ലളിതമായ നിലയിൽ മനുഷ്യൻ കണ്ടുപിടിച്ച സംഭവങ്ങൾ ഈ കാലഘട്ട തലമുറയിലേക്ക് അതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എവിടെന്നാ ഇവർ പഠിച്ചത്? മറ്റൊരിടത്തൊന്നും അല്ല കേട്ടോ. മാതാപിതാക്കൾ ഭയപ്പെടണം. സ്തോത്രം, സ്തോത്രം. ഞാനിരിക്കുന്ന ഈ പട്ടണത്തിൽ, പേര് പറയുന്നില്ല, ഈ പട്ടണത്തിൽ ഹല്ലേലൂയ നടക്കുന്ന സംഭവങ്ങൾ അതികിരാതമായ സംഭവങ്ങളാ. ഹല്ലേലൂയ. പ്രായവ്യത്യാസമില്ലാതെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വായിക്കുന്നില്ലേ, കാണുന്നില്ലേ? സ്തോത്രം. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടിയെ വിവാഹം കഴിച്ചു. എന്താ പ്രശ്നം? പാപം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മേൽ വ്യഭിചാരം വന്നു കഴിഞ്ഞു, വ്യഭിചാര ചിന്ത വന്നു കഴിഞ്ഞു. വചനം പറയുന്നു, നീ ഒരു പെണ്ണിനെ 1-ലധികം പ്രാവശ്യം നീ നോക്കിക്കഴിഞ്ഞാൽ നീ അവളുമായി എന്ത് ചെയ്യുന്നു? വ്യഭിചാരം ചെയ്യുന്നു. ആയില്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ വിറയലോടെ പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകൾ സ്നാനപ്പെട്ടോ, നിങ്ങളുടെ തലമുറകൾ അഭിഷേകം പ്രാപിച്ചോ, നിങ്ങൾ പേടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, ദൈവമേ
ഞങ്ങളുടെ തലമുറകൾ സ്നാനപ്പെട്ടു, ഞങ്ങളുടെ തലമുറകൾ അഭിഷേകം പ്രാപിച്ചു, അവരെ പാപം തുടരുത്. പ്രാർത്ഥിക്കും. ഓരോ ദിവസം എണീക്കുമ്പോ ബ്രൂസ്റ്റും ഹോർലിക്സും കലയിൽ കൊടുക്കാതെ അവർക്ക് വേണ്ടി വചനം കൊടുക്കുക. മോനെ, ഇതാ പാപത്തെ കുറിച്ചുള്ളത്, ഇതാ നീതിയെ കുറിച്ചുള്ളത്, ഇതാ ന്യായവിധിയെ കുറിച്ചുള്ളത് എന്ന് പറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഹല്ലേലൂയ, ഓ പ്രൈസ്, വ്യഭിചാരമുള്ള തലമുറ, പാപം നിറഞ്ഞ തലമുറ, അവരെ ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തോട് ചേരാൻ, ദൈവത്തിന്റെ പുരുഷനാകുവാൻ, ആ ദൈവവുമായി അവർ അനുഭവപ്പെടുവാൻ, ദൈവ ശബ്ദം കേട്ട് പലതും വിട്ട് ദൈവത്തോട് അവർക്ക് സ്തോത്രം നെടുമ്പാടെ വീണ് കരയുക. ഈ തലമുറയിൽ ഏറ്റവും അത്യാവശ്യം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ രണ്ട് ദോഷം. ഒന്ന്, നിങ്ങൾക്ക് അവർക്ക് നിന്ന് അവർ കരച്ചിൽ മാറി സന്തോഷിക്കും. രണ്ട്, അവരുടെ കണ്ണ് നിമിഷത്തിനകം അവർ ലൈഫ് തകരും. ആമേൻ. ഇന്നത്തെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല. എന്നാൽ ഇന്ന് സ്തോത്രം പ്രൈസ്, വ്യക്തികളും ശാസ്ത്ര ലോകവും അധികാരികളും ഭരണകൂടവും പറയുന്നു, അന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ വടി ഇന്ന് ടീച്ചേഴ്സിലേക്ക് എത്തിക്കാൻ ഭരണകൂടങ്ങൾ വെമ്പൽ കൊള്ളുകയാ. ഞങ്ങൾക്കെല്ലാം കിട്ടിയ അടി എന്ന് പറഞ്ഞ പ്രൈസലോ ഹല്ലേലൂയ. ഇന്ന് അടിയെന്ന് പറഞ്ഞാൽ ടീച്ചറിനെ കമ്പ് പിടിച്ച് അടിക്കുന്ന തലമുറ എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കുറുവാക്യത്തിലേക്ക് വരാം. അവിടെ എന്താ വായിച്ചത്? 112 സംഗീതത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ എന്താ വായിച്ചത്? വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 112:2. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവന്റെ സന്തതി ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവന്റെ സന്തതി ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി ആ ഒരു തലമുറയിലേക്ക് നമ്മൾ കടന്നു വരണം. ഒത്തിരി വാക്യങ്ങൾ നിങ്ങൾക്ക് തരുവാനുണ്ട്, ഒത്തിരി ആലോചനകൾ ഇനി പറയാനുണ്ട്. അത് അടുത്തൊരവസരത്തിൽ ഇതിന്റെ വാഗ്ഭാഗം ചിന്തിക്കാം. ദൈവവൈതലേ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പേ അവര് ഉറങ്ങിയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന മുമ്പേ അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള തലമുറകളെ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബിജുബ്രദറിന്റെ 2 തലമുറകൾ, ആമേൻ, അവർ രണ്ടുപേരും ഉറങ്ങുന്നതിന് മുൻപേ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവര് കിടക്കുന്ന റൂമിന്റെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും സന്തോഷിച്ചു. സ്തോത്രം. അതുകൊണ്ട് ആ തലമുറകളെ തമ്പുരാൻ ഉയർത്തിയത് ചെറുതല്ല. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ തലമുറകൾക്ക് നേരെ നിൽക്കുന്ന വ്യഭിചാരത്തിന്റെയും പാപത്തിന്റെയും കെട്ടുകളെ പൊട്ടിക്കാൻ ഈ നൂറ്റാണ്ടിൽ നമുക്ക് തയ്യാറാകണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ